സാർ നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ മെയ് 27 തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു റെയ്ഡ് നടത്തുകയുണ്ടായി. ഈ റെയ്ഡ് നടത്തിയത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRൽ നിന്ന് 2,78,00,000 രൂപ വാങ്ങി എന്നുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ കണ്ട റിപ്പോർട്ടിനെ തുടർന്നാണ്. അത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചു, പിന്നീട് ED അന്വേഷിച്ചു. EDയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ റെയ്ഡ് നടന്നത്. എന്നാൽ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ 3 കാറുകളിലായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാർ പുറത്തിറങ്ങുമ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന CPMൻ്റെ മുൻ മന്ത്രിമാർ, MLA മാർ, MP മാരും പ്രാദേശിക നേതാക്കന്മാരും അണികളും പ്രവർത്തകരും അടക്കമുള്ള ആളുകൾ EDയെ പ്രതിരോധിക്കുന്നത് നാം കണ്ടു. ED സഞ്ചരിച്ചിരുന്ന 3 കാറുകളും തല്ലിപ്പൊളിക്കുന്ന കണ്ടു. ED ഉദ്യോഗസ്ഥർക്ക് കാറിൻ്റെ ചില്ല് തറച്ചു കയറി, പൊട്ടിയ ചില്ല് തറച്ചു കയറി പരിക്ക് പറ്റുന്നു. ഡ്രൈവറുടെ കണ്ണിലോ മറ്റോ ആണ് ചില്ല് തറച്ചു കയറിയത്. ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ED ഉദ്യോഗസ്ഥരെ വധിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്ന തരത്തിൽ വധശ്രമത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ 26 പേരെ അറസ്റ്റ് ചെയ്തു. ഒരാൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയുടെ ഇടപെടൽ മൂലം ഒരാൾക്ക് ജാമ്യം കിട്ടി. മറ്റ് 25 പേരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുന്നു. വളരെ രഹസ്യമായി ED ആസൂത്രണം ചെയ്ത ഈ റെയ്ഡ് വെളുപ്പിന് 5:30-ക്കാണ് പിണറായി വിജയൻ്റെ വീട്ടിൽ ആരംഭിച്ചത്. എന്നാൽ ഈ വിവരം എങ്ങനെയാണ് CPMൻ്റെ അണികളും പ്രവർത്തകരും ഒരു നാടൊട്ടുക്കും പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് തടിച്ചുകൂടുന്ന അവസ്ഥയിലേക്ക് മാറിയത്? CPM നേതാക്കൾ തന്നെ അണികളെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ വിളിച്ചു വരുത്തിയ അണികളിൽ 25 പേരാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. KK ശൈലജ ടീച്ചർ ഒഴികെ ഇവരെ കാണാൻ വേണ്ടി CPMൻ്റെ മുതിർന്നതോ താഴ്ന്നതോ ആയ ഒരു നേതാക്കന്മാരും ജയിലിലെത്തിയില്ല. പിണറായി വിജയൻ ആ വശത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ CPMൽ അംഗത്വം എടുത്തിട്ടില്ല. അവർക്ക് CPMുമായി യാതൊരു ബന്ധമില്ല. അങ്ങനെ ഒരാളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ പിന്നെ എന്തിനാണ് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ മകളെ ED അന്വേഷണത്തിൽ ഉൾപ്പെടുമ്പോൾ CPM മെമ്പർഷിപ്പ് പോലുമില്ലാത്ത വീണ വിജയന് വേണ്ടി ഈ അണികളെ തെരുവിലിറക്കിയത്? ഇവരിപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ പിണറായി വിജയൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവരിൽ പലരുടെയും ഭാര്യമാർ AKG സെൻറ്ററിലെത്തി ബഹളം വച്ചു എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം CPMൻ്റെ ജില്ലാ സെക്രട്ടറി ജോയി ഇവർക്ക് അത്യാവശ്യം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പാർട്ടി തലത്തിൽ നിന്നും ഒരു തരത്തിലുള്ള സഹായങ്ങളും ലഭ്യമല്ല. പിന്നീട് CPM തന്നെ തിരുത്തി, വീണ സ്വതന്ത്രയായ വ്യക്തിയാണ്, CPMൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് അവർക്കെതിരെയുള്ള കേസുകളിൽ CPM പാർട്ടി ഇടപെടില്ല, അവർ സ്വതന്ത്രമായി ഇടപെടട്ടെയെന്ന്. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ 25 പേരെ ഇപ്പോൾ ജയിലിലിട്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ആ നാടിട്ടുകൊള്ള CPM പ്രവർത്തകരെ അന്ന് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED റെയ്ഡ് നടക്കുമ്പോൾ ഇവർ ക്ഷണിച്ചു വരുത്തിയത്? ഈ അകത്ത് കിടക്കുന്നവരിൽ പലരും ഷുഗർ അടക്കമുള്ള അസുഖങ്ങളുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുവാനോ നേരാനേരം മരുന്നോ ഭക്ഷണമോ കിട്ടാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നു. ഇതിന് പിണറായി വിജയൻ തന്നെയല്ലേ ഉത്തരം പറയേണ്ടത്? തൻ്റെ മകൾക്ക് വേണ്ടി എന്തിനാണ് മറ്റുള്ള ആളുകളെ ഇങ്ങനെ ഗുരുതി കൊടുത്തിരിക്കുന്നത്? ഇതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, പരിണിതപ്രജ്ഞനായ ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ഇതിന് നമ്മൾ നോക്കിക്കാണേണ്ടത്, CPM ശരിക്കും എല്ലാം നഷ്ടപ്പെട്ട് കവചകുണ്ടലങ്ങൾ, ദിവ്യായി പറഞ്ഞ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ട് നിരായുധനായി നാണം കെട്ട് വിവസ്ത്രനായി നിൽക്കുന്ന അവസ്ഥയിലാണ് പാർട്ടി സാധാരണ ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിന്നിരിക്കുന്നത് ചില അപ്രഖ്യാപിത സമരങ്ങൾ, ഹർത്താൽ, ബന്ദ്, ലാത്തിചാർജ്, വെടിവയ്പ്, രക്തസാക്ഷി, ഇങ്ങനെയുള്ള കുറേ വട്ടങ്ങളിൽ കൂടെ പോയാണ് ഇവർ പാർട്ടിയെ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും പിണറായി വിജയൻ്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ പോയി എന്ന് പറയുമ്പോൾ അതിന് ഗൗരവം കിട്ടാൻ വേണ്ടി വേറൊരു കള്ളത്തരം കൂടി ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി പിണറായി വിജയൻ്റെ വീട്ടിൽ, പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് ഈ കുട്ടിയും താമസിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായി വീണ വിജയനെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ അങ്ങോട്ട് പോയാൽ പിണറായി വിജയൻ്റെ വീട്ടിൽ പോയതാണെന്നുള്ള പ്രചരണം വ്യാപകമാക്കാൻ പറ്റും. പിണറായി വിജയൻ നമ്മുടെ നേതാവിനെ, അതായത് നമ്മുടെ ചങ്കിനെ അറസ്റ്റ് ചെയ്യാൻ, നമ്മുടെ കാരണഭൂതനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിരിക്കുന്നു, സതീശൻ്റെ പോലീസ് വന്നിരിക്കുന്നു എന്ന വാർത്ത വന്നാൽ, അല്ല, ഇത് സതീശൻ്റെ പോലീസല്ല, ED ആണ് എത്തിയിരിക്കുന്നത്. അല്ല, ED ആണെങ്കിലും സതീശൻ്റെ പോലീസാണ് അവിടെ ഉള്ളത്, ED ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. പക്ഷേ അത് വളരെ പെട്ടെന്ന് ഒരു സമരത്തിനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് ഈ പ്രശ്നത്തെ മാറ്റാൻ CPMൻ്റെ കുബുദ്ധി കേന്ദ്രങ്ങൾ ആലോചിച്ചിട്ടില്ലേ എന്ന് സംശയമുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ
കേവലം ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ആർക്ക് സാധിച്ചു? ED ഉദ്യോഗസ്ഥർക്കും കേരള പോലീസിൻ്റെ ഒരു വിഭാഗത്തിന് സാധിച്ചു. പക്ഷേ ലാത്തി ചാർജോ അല്ലെങ്കിൽ വെടിവയ്പ്പോ ഉണ്ടാക്കി ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ സിറ്റുവേഷൻ മാറിയതിന് ഡൽഹിയിലെ MAV വരെ പിണറായി വിജയൻ്റെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള പ്രകടനം നടത്താൻ നിർബന്ധിതനായതിന്. അത്തരമൊരു സിറ്റുവേഷനിൽ നിന്നാണ് ഇപ്പോൾ കേവലം ഈ പാവം പിടിച്ച മനുഷ്യർ, പാവം പിടിച്ച സഖാക്കൾ, പാർട്ടി പറയുന്ന മുഴുവൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന സഖാക്കൾ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കാൻ എന്ന് അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള ഉറപ്പ് പോലുമില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അവരുടെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി എന്നുള്ളത് ഒരു ഗുരുതര കുറ്റം, അവർക്കെതിരെ വധശ്രമം ചുമത്തിയിരിക്കുന്നത് മറ്റൊരു കുറ്റം, കൂട്ടം ചേർന്ന് ആക്രമിച്ച് മറ്റൊരു കുറ്റം, ഇങ്ങനെ നിരവധി കേസുകളാണ് അവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഇഷ്ടംപോലെ ഒപ്പോൾ ചുമത്താനുണ്ട്. ഇനിയും കണ്ടാലറിയാവുന്ന പ്രതികളുമുണ്ട്. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസ്. ഇതിൽ ഏറ്റവും തമാശ, പിണറായി വിജയന് വേണ്ടപ്പെട്ട ഒരാൾ അതിനകത്തുണ്ടായിരുന്നു, ഉറപ്പ്. അത് ഈ മണ്ടന്മാർ മനസ്സിലാകുന്നില്ല. ജയിലിൽ കിടക്കുന്ന മണ്ടന്മാർ മനസ്സിലാകുന്നില്ല, പുറത്ത് മുദ്രാവാക്യം വിളിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന മണ്ടന്മാർ മനസ്സിലാകുന്നില്ല. അത് ആ പ്രതിയെ രക്ഷിക്കാനാണ് ഗീനാകുമാരി ആരെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്? ഒരാളെ രക്ഷിക്കാൻ നോക്കിയുള്ളൂ. അതുപോലെ മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കാത്തത് എന്ത്? 9ാം പ്രതി. ആ 9ാം പ്രതിയെ രക്ഷിക്കാനായിട്ട് നോക്കി. എന്താ കാരണം? ആ 9ാം പ്രതി ഇവർക്ക് ഓന്നനോ വിജയനോ വീണ വിജയനോ റിയാസിനോ ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവൻ തന്നെയായിരിക്കും. മറ്റുള്ളവരെല്ലാം ഒറ്റുകൊടുക്കുക. ഒരാളെ അപ്പം ഇവൻ പറയണം എല്ലാവർക്കും കൂടെ ജാമ്യം കിട്ടിയാലേ എനിക്ക് മതി എന്ന് പറയാനുള്ള ആ സഖാവിൻ്റെ മനസ്സല്ല അയാൾ കാണിച്ചത്. അയാൾ സ്വയം രക്ഷപ്പെട്ടു നോക്കുക. അല്ല, ഇവിടെ അക്ഷരാർത്ഥത്തിൽ CPM പ്രവർത്തകർ അണികളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീണ വിജയന് CPMമായി യാതൊരു ബന്ധവുമില്ല, പിണറായി വിജയൻ്റെ മകൾ എന്ന ഒറ്റ ബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ഒരു സാമ്പത്തിക ക്രമക്കേട്, ഇത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിലാണ് ഈ കാര്യം കണ്ടേക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ചൊരു ആരോപണമല്ല. CMRലും സമ്മതിച്ചിട്ടുണ്ട് ഇവർക്ക് പണം കൊടുത്തുനിന്ന്. ഇവർ യാതൊരു തരത്തിലും ഒരു സേവനം CMRൽ ലഭ്യമാക്കിയിട്ടില്ല എന്ന് CMRലിൻ്റെ ഭാഗത്തു നിന്നും കൊടുത്ത മൊഴികളുണ്ട്. ഇവർ ഇടിക്ക് കൊടുത്ത് 2 തവണയായി കൊടുത്ത മൊഴികളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, അങ്ങനെയൊന്നും നടന്നാൽ എനിക്കറിയില്ല, കാലം കുറേ ആയില്ലേ എന്നൊക്കെയുള്ള മറുപടികളെ കൊടുത്ത് മറന്നുപോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ പണം വാങ്ങി എന്നുള്ളത് ശരിയാണ്, എന്നാൽ എന്ത് സേവനം കൊടുത്തു എന്നുള്ളതിന് കൃത്യമായി അവർക്ക് ഓർത്ത് പറയാനും സാധിക്കുന്നില്ല. അതായത് വെറുതെ പണം കൊടുക്കില്ലല്ലോ. ആ ഒരു കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്ന തട്ടിപ്പ് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഒരു സ്വതന്ത്ര വ്യക്തിക്കെതിരെ ED അന്വേഷണം നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് CPMകാർ തെരുവിലേക്ക് ഇറങ്ങുന്നത്? അപ്പോൾ ഇത് CPMകാർ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ 25 പേര് അകത്ത് കിടക്കുന്നവരിൽ നിന്നും അവർ എന്താണ് മനസ്സിലാക്കുന്നത്? ഇവർക്ക് വേണ്ടി പാർട്ടി ഒരു തരത്തിലും ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. തെരുവിലിറങ്ങാൻ വേണ്ടി പാർട്ടി ആഹ്വാനം ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെയെങ്കിൽ ഈ പാവങ്ങളെയൊക്കെ ആരാണ് ആ തെരുവിലേക്ക് വിളിച്ചു വരുത്തിയത്? ED വളരെ രഹസ്യമായിട്ടാണല്ലോ റെയ്ഡ് നടത്തുക. അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് മറ്റാരുണ്ട് LDF അല്ല എന്ന് പറഞ്ഞ പോലെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടല്ലല്ലോ ED റെയ്ഡിന് വരിക. അപ്പോൾ തീർച്ചയായും എങ്ങനെയാണ് അവിടെ എന്താണ് കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ ഈ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അന്ന് മാധ്യമങ്ങളിലൂടെ കണ്ടത് മനസ്സിലാക്കാൻ അത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും 1000-ലധികം പേര് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ ആളുകളൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്? CPMന്റെ പ്രാദേശിക നേതൃത്വത്തിലുള്ള തലമുതിർന്ന നേതാക്കന്മാരോ സംസ്ഥാന നേതൃത്വത്തിലുള്ള തലമുതിർന്ന നേതാക്കന്മാരോ ഇടപെട്ട് അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അവരെ വിളിച്ചു വരുത്തി അവരെ കള്ളക്കേസിൽ കുടുക്കി എന്ന രീതി, അല്ലെങ്കിൽ അവരെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ച് നേരത്തെ രാജ്മോഹൻ സാർ പറഞ്ഞ പോലെ ഒരു വെടിവയ്പ് ഉണ്ടാക്കുകയോ ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കുകയോ ആയിരുന്നു ലക്ഷ്യം. അത് നടക്കാതെ പോയപ്പോൾ 25 പേര് അകത്ത് കിടക്കുമ്പോൾ അവരാരും തിരിഞ്ഞു നോക്കാനുള്ള അവസ്ഥ. അവരുടെ വീട്ടുകാരുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ജോലിക്ക് സാക്ഷിയായിരുന്നെങ്കിൽ ഫണ്ട് പിരിച്ചാണ്. അതെ, അതിലും തിരിമറി നടത്തിയാൽ അവിടെ വീണ്ടും ഒരു കുഞ്ഞുകൃഷ്ണൻ വന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതായി വന്നേനെ. ഇപ്പം എന്ത് തന്നെയായാലും ഈ 25 പേരുടെ കുടുംബാംഗങ്ങളുടെ കാര്യം കഷ്ടമാണ്. പാർട്ടി കുറച്ച് നാളത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ഇപ്പോൾ ജോയിയാണ് അവർക്ക് ആ കൂടി ഒരു സഹായമായിട്ടുള്ളത് എന്ന് പറയുന്നു. KK ശൈലജ ടീച്ചർ ജയിലിൽ ഇവർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. സാർ, മറ്റൊരു കാര്യം കൂടി ഒന്ന് ഈ സമയത്തൊന്ന് അനുസ്മരിക്കുകയാണ്. കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകം എൻ്റെ ഓർമ്മയിൽ TP ചന്ദ്രശേഖരൻ വധം തന്നെയാണ്. ആ TP ചന്ദ്രശേഖരനെ വധിച്ച ആളുകളെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആൾ, അദ്ദേഹം ജയിലിൽ പോയി ഇവരെ കണ്ടു എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി EDയെ ഉപദ്രവിച്ച ആളുകളെ കാണാൻ വേണ്ടി ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല എന്ന് പറയുമ്പോൾ ഈ കൊടിസുനിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ട്രൗസർ മനോജിന് വേണ്ടിയും എല്ലാം അനുതാപം കാണിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഈ CPMന്റെ പ്രവർത്തകരെയും അണികളെയും മൈൻഡ് ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം തന്നെയല്ലേ? അല്ല, അത് അണികൾക്ക് മണ്ടത്തരം പറ്റിയെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം പിന്നീട് അതിൻ്റെ പേരിൽ ഒരു സമരമില്ലല്ലോ. ഇവർ ജയിലിൽ കിടക്കുന്നതിന് ഒരു സമരം വേണ്ടേ? സത്യാഗ്രഹം വേണ്ട? അല്ലെ കോടതി പോവുകയുണ്ടേ? ഒരു സമരമില്ലല്ലോ. പാർട്ടി അക്കാര്യത്തിൽ ഇടപെട്ടില്ല. പാർട്ടി ഇടപെടില്ല. കാരണം അത് അവർ പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞു.
പാർട്ടിയുടെ മെമ്പർ അല്ല വീണ. പാർട്ടി ഇടപെട്ട് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് പാർട്ടി ഇടപെടുന്നുള്ള ചോദ്യം വരും. പിണറായി വിജയന് അത് മുകളിൽ അതിന്റെ ഉത്തരം ബോധിപ്പിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ കേന്ദ്ര സമിതിയിലൊക്കെ ഇപ്പൊ നാണം കെട്ട് നാറി നിൽക്കുന്ന അവസ്ഥയിലേക്കാണ്. സ്വന്തം വോട്ടിന്റെ പിൻബലത്തിൽ കൂടിയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരം നൂലാമാലകൾ ഇനി പോളിറ്റ് ബ്യൂറോ കാസ്റ്റിംഗ് പ്രതിപക്ഷ നേതാവ് അതെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പൊ തീർച്ചയായും സാർ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ല കേട്ടോ. അപ്പോൾ തീർച്ചയായും പാർട്ടിക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി ഏതാണ്ട് ഒരു കൈവിട്ട മട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ രഹസ്യമായി കേസ് നടത്താനോ എന്തിനെങ്കിലുമൊക്കെ ഇവർ സഹായിച്ചാലായി, കുടുംബങ്ങളെ സഹായിച്ചാലായി. എന്തായാലും ഈ CPM എന്ന പ്രസ്ഥാനത്തിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ചോരയും നീരും കൊടുത്ത് പ്രസ്ഥാനം പടുത്തുയർത്തുക, അല്ലെങ്കിൽ ചെങ്കൊടി കയ്യിലേന്തി ചങ്കുപൊട്ടുമാറ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അനീതിക്കെതിരെ പോരാടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതെങ്കിൽ അവരുടെ കാര്യം ഏറെ പരിതാപകരം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇതിൽ ആദ്യത്തെ ശ്രമം ഇവരെ ഒന്നിനും കൊള്ളാത്ത സഹാക്കളാണെന്ന് പാർട്ടി വിലയിരുത്തി കഴിഞ്ഞു. കാരണം ഒരു രക്തസാക്ഷിയാകാൻ പോലും പറ്റാത്ത ഇവന്മാരെ കൊണ്ട് എന്തിനു കൊള്ളാം? ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പുഷ്പനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു സ്ഥിരം കിടക്കാനായിട്ട്. അങ്ങനെ ഒരാളെ പോലും കിട്ടാതെ വന്നപ്പം സ്വാഭാവികമായിട്ട് ആ സമരം പൊളിഞ്ഞു. പിന്നെ രണ്ടാമത് അത് ഈ വാർത്താ പ്രാധാന്യം, മീഡിയയുടെ സഹായം എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് കള്ളത്തരം നടന്നിട്ടുണ്ട്, ഇത് ചോദ്യം ചെയ്യാൻ പോയത് വീണ വിജയനെയാണ്, പിണറായി വിജയനെ അല്ല ചോദ്യം ചെയ്യാൻ പോയത്. ഈ സത്യം ജനങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എന്തിനു ഒരു സമരത്തിന് പോയില്ല? പിണറായി വിജയൻ തന്നെ അന്ന് സാർ മാധ്യമങ്ങളെ ജോയി സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ജോയിക്ക് സഹായിച്ചേ പറ്റൂ, കാരണം നാളെ തെറി മുഴുവൻ കേൾക്കാവുന്ന ജോയിയാണ്. അല്ല, താരതമ്യേന CPM നേതാക്കളിൽ സൗമ്യനായിട്ടുള്ള ഒരു നേതാവാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. അല്ല, പക്ഷെ ജോയിയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്ന ജോയിയാണ്. അതെ, ഇവരെ കണക്ട് ജോയിയാണ് ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നത്. വേറെ പറയുന്നുണ്ട്, ഒരു കാറുകാരനെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാർ നന്നാക്കി കൊടുത്തിട്ടില്ല. 1,00,000 ചില്ലല്ലോ. അത് റഹീമാണ് പറഞ്ഞത്. ഒരു കാര്യമുണ്ട്, ചതി, വഞ്ചന, ഈ ഒറ്റുകൊണ്ട് ഈ കൂട്ടത്തിൽ ആരൊക്കെ അവിടെ സമരത്തിന് പോയെന്നോ ആരൊക്കെ കല്ലെറിഞ്ഞെന്നുള്ള വിവരങ്ങളും ഇടിക്ക് കിട്ടുന്നുണ്ട്. കാരണം ഈ കൂട്ടത്തിൽ തന്നെ ഒറ്റുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇതില് ജോയി ഇപ്പൊ കുറച്ച് കരുണ കാണിക്കേണ്ട കാര്യം, ജോയിയും കൂടെ ഇൻസ്ട്രുമെന്റ് ആണ്, ജോണിയും കൂടെ മുൻകൈ എടുത്താണ് ഇത്രയും ആൾക്കാരെ അവിടെ എത്തിച്ചത്. അപ്പോൾ ഉറപ്പായിട്ടും കുറച്ചെങ്കിലും ഒരു ബാധ്യതയില്ലെങ്കിൽ ജോയി തെറി കേൾക്കും. അല്ല, ഞാൻ മനസ്സിലാക്കുന്ന സാർ, ഇവിടെ ഈ ഭരണം മാറിയ കാര്യം ഇവരാരും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ അന്ന് ഭരണത്തിലിരിക്കുമ്പോൾ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ വിചാരിക്കാതെ AKG സെൻറ്ററിലോ സെക്രട്ടേറിയറ്റിലോ ഒരു ഈച്ച പോലും പാറാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപദ്രവിക്കുമ്പോൾ പിണറായി വിജയൻ വെറും പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ഒരു ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയുടെ എല്ലാ പ്രിവിലേജും ഉണ്ടാകും, പക്ഷേ അധികാരമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് തരത്തിൽ ഇവരെ പിണറായി വിജയൻ സംരക്ഷിക്കും എന്ന് കരുതിയിട്ടാണ് ഇവർ നീതിക്ക് വേണ്ടിയാണ് പോരാടിയത് എന്നുള്ളൊരു ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ അനീതി ഉണ്ടായത്? ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി അന്വേഷണം, അല്ലെങ്കിൽ അത്തരം ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് അത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. അത് മുഖ്യമന്ത്രിക്കെതിരെ ആയാലും പ്രധാനമന്ത്രിക്കെതിരെ ആയാലും അവരുടെ മക്കൾക്കോ കുടുംബത്തിനെതിരായാലും അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിച്ചേ പറ്റൂ. അവരുടെ അന്വേഷണത്തിൽ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തുക എന്ന് പറയുമ്പോൾ അത് കരുതിക്കൂട്ടി സംഘം ചേർന്ന് അവർ ആക്രമിക്കുകയോ വധിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ വരുമ്പോൾ ഇവിടെ ഈ CPM പ്രവർത്തകർ എന്ത് നീതിക്ക് വേണ്ടിയാണ് പോരാടിയത്? ഇവർ പാർട്ടിക്കാരിയുമല്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ആരും ഒരു നിരീക്ഷകരൊന്നും പറഞ്ഞു കണ്ടില്ല. അവിടെ സംഭവിച്ചൊരു പാർട്ടിക്ക് പറ്റിയൊരു കാൽക്കുലേഷനിലൊരു തെറ്റുപറ്റി. പിണറായി വിജയൻ അറിയാം ഈ കേസിൽ വീണ വിജയൻ പങ്കൊന്നുമില്ല, മുഴുവൻ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റേതാണെന്നും പിണറായി വിജയന് വേണ്ടിയാണ് തട്ടിപ്പ് നടന്നതെന്നും അറിയാം. അപ്പോൾ ED ഉദ്യോഗസ്ഥന്മാർ വന്നാൽ പിണറായി വിജയനെ തന്നെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോകുമോ എന്നൊരു സംശയം പിണറായി വിജയനുണ്ടായി. അപ്പോൾ പിണറായി അറസ്റ്റ് ചെയ്യാൻ പോയെങ്കിൽ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോയി, അറസ്റ്റ് എന്നുള്ള വാക്കല്ലേ, നേതാവിനെ പിണറായിയെ വേട്ടയാടാൻ പോയി എന്നുള്ള രീതിയിലുള്ള നരേഷനുമായിട്ട് ഇവർക്ക് രംഗത്ത് വരായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥന്മാർ വന്ന് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് പിണറായിക്ക് മനസ്സിലാകുന്നത് ഇത് തന്നെയല്ല ചോദ്യം ചെയ്യാൻ, ഇപ്പോഴത്തെ ലക്ഷ്യം താനല്ല എന്നുള്ളത്, ഇപ്പോഴത്തെ ലക്ഷ്യം താനല്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് അവിടുന്ന് എങ്ങനെയെങ്കിലും ഊരിപ്പോരാൻ നോക്കിയത്. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പിണറായി പറയുകയും ചെയ്തു, അവർ വീണയോട് ചോദ്യങ്ങൾ ചോദിച്ചു, എന്നോടൊന്നും ചോദിച്ചില്ല. എന്നിട്ടും മറ്റൊരു വാക്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഇതിനെ നമ്മൾ ഒരുമിച്ച് ചെറുക്കും, ഒരുമിച്ച് പോരാടും. അപ്പം വീണയെ സ്വതന്ത്രമായൊരു വ്യക്തിയാണെന്ന് നിയമസഭയിൽ പറഞ്ഞ പിണറായി വിജയൻ, വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഇതിലേക്ക് വലിച്ചഴിക്കരുതെന്ന് പറയുന്ന പിണറായി വിജയൻ, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ വീണയ്ക്കെതിരെയുള്ള ഒരു സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ED അന്വേഷിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഒരുമിച്ച് ഇതിനെ ചെറുക്കും എന്ന് പറയുന്നത്?
ഒരു മുഖ്യമന്ത്രിയായിരുന്ന ആൾ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ആൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നല്ലേ പറയേണ്ടത്? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഇതുപോലുള്ളൊരു കേസിൽപ്പെട്ടു കഴിഞ്ഞു. മയക്കുമരുന്ന് കേസിൽപ്പെട്ടപ്പോൾ ED-യുടെ അന്വേഷണവും റെയ്ഡും എല്ലാം കഴിഞ്ഞപ്പോൾ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ബിനീഷ് സ്വതന്ത്രനായിട്ടൊരു വ്യക്തിയാണ്, അവിടെ പാർട്ടി ഇടപെടേണ്ട ആവശ്യമില്ല, ED വരുന്നെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സ്വന്തം മകളുടെ നേരെ റെയ്ഡിന് വരുമ്പോൾ എന്തിനാണ് ഞങ്ങൾ ഒരുമിച്ച് ഇതിനെ പ്രതിരോധിക്കുക എന്ന് പിണറായി വിജയൻ പറഞ്ഞത്? ഇതൊക്കെ ഇപ്പൊ പിന്നീട് പാർട്ടിക്ക് തിരുത്തി പറയേണ്ടി വന്നു. വീണയുടെ കേസിൽ ഇനി പാർട്ടി ഇടപെടില്ല. അതിനുശേഷം വീണയെ കൊച്ചിയുടെ ED ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി 10 മണിക്കൂർ നേരം ചോദ്യം ചെയ്തല്ലോ. ഒരു പ്രതിഷേധവും വന്നു. ED ഓഫീസിന് മുമ്പിൽ കണ്ടില്ലല്ലോ. വീണ്ടും വീണയുടെ വീട്ടിലെ ED റെയ്ഡിന് വേണ്ടി രാത്രി ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്നും ഒരു പ്രതിഷേധവും ഉണ്ടായില്ലല്ലോ. അപ്പൊ പാർട്ടി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ പാവപ്പെട്ട അണികളുടെ കാര്യം വളരെ കഷ്ടത്തിലായിരിക്കുന്നു. ഇനി രഹസ്യമായി CPM അവരെ എന്തെങ്കിലും സഹായിച്ചാലായി എന്നല്ലാതെ ഒരു കാരണവശാലും പാർട്ടിക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇവരെല്ലാവരും വ്യക്തിപരമായ രീതിയിൽ തന്നെ ഈ കേസിനെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൃത്യനിർവഹണത്തിൽ അവരെ തടസ്സപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ കേസ് ഇനി കേന്ദ്രത്തിൻ്റെ കീഴിൽ ഡൽഹിയിലേക്കോ മറ്റേതെങ്കിലേക്കുമുള്ള കോടതികളിലേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ അങ്ങോട്ടേക്കെല്ലാം ഈ കാര്യം റെഫർ ചെയ്യുമ്പോൾ ഈ പ്രതികളായെന്ന് കണ്ടെത്തുന്ന ആളുകൾ ഒരു പ്രതികളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ തിഹാർ ജയിലിലേക്കൊക്കെ ഇവരുടെ ജീവിതം മാറേണ്ടി വരുമെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ആളുകൾ തിഹാറിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. പിണറായി വിജയന്റെ മകൾ പോലും ചിലപ്പോൾ ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കും, മാപ്പുസാക്ഷിയായിട്ട്. തീർച്ചയായും ഇവിടെയാണ് CPM എന്ന അണികൾക്കും CPM-ന്റെ പ്രവർത്തകർക്കും ചതി മനസ്സിലാകുന്നത്. അവർ നിസ്സഹായരായി. അടുത്ത ചർച്ചയിൽ ഇരിക്കാം. ഒരു ചെറിയ നമുക്ക് സജഷനായിട്ട് ഞാൻ വയ്ക്കുകയാണ്. CPM ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നമ്മൾ പോയി വയലെല്ലാം തൊട്ടിക്കൊണ്ട് തുടങ്ങി. ഇന്ന് ആ മുദ്രാവാക്യങ്ങളുടെ അവസ്ഥ എന്താണ്? CPM നേതാക്കളുടെ അവസ്ഥയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? അത് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല. തീർച്ചയായും സാറ് രാജ്മോഹൻ സാർ പറഞ്ഞതിൽ വളരെ പ്രസക്തിയുണ്ട്. കാരണം അടിസ്ഥാന വർഗത്തിൻ്റെ, അടിയാള വർഗത്തിൻ്റെ, അധസ്ഥിത വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ടതാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഈ പാർട്ടി ഇന്ന് ഏത് പ്രസ്ഥാനത്തിനോടൊപ്പമാണ്? തൊഴിലാളികൾക്ക് വേണ്ടിയാണോ, അധസ്ഥിതന് വേണ്ടിയാണോ, അടിയാള വർഗത്തിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്? അഥവാ കമ്മ്യൂണിസം എന്ന് പറയുന്ന അതിൻ്റെ ആശയപരമായ ആ ചട്ടക്കൂടിൽ നിന്ന് അത് എവിടെ വരെ വ്യതിചലിച്ചിരിക്കുന്നു? പാർട്ടിക്ക് ഇന്നെന്താണ് അപജയം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് CPM-ന്റെ തലമുതിർന്ന നേതാക്കന്മാർ വരെ ഈ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാണിച്ചു. അവരെല്ലാവരും വിമതരായി പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു വിജയം നേടുന്ന കാഴ്ചയും നാം കണ്ടു. അപ്പോൾ രാജ്മോഹൻ സാർ പറഞ്ഞത് ഇത് സമഗ്രമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും വരുന്ന ആളുകളിലെ ചർച്ചയിൽ നമ്മൾ അത് തീർച്ചയായും പരിഗണിക്കും. ഇപ്പോൾ CPM പ്രവർത്തകർ ഈ ജയിലിൽ കിടക്കുന്ന കാര്യത്തിൽ നമുക്ക് സങ്കടപ്പെടാനല്ലാതെ മറ്റൊന്നും സാധിക്കില്ല.